റേഷൻ കാർഡ് വരും. ആർക്കൊക്കെയാണ് പുതിയ റേഷൻ കാർഡ് കിട്ടുക? ഇതൊക്കെയാണല്ലേ അറിയേണ്ടത്. നമുക്ക് നോക്കാം. ഹായ്, നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന റേഷൻ കാർഡിനെ കുറിച്ചാണ്. BPL റേഷൻ കാർഡ്, മഞ്ഞ കാർഡ്, ചുവന്ന കാർഡ്, വെള്ളക്കാർഡ്, ഒരുപാട് കാർഡുകളെ കുറിച്ച് ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ പുതിയ റേഷൻ കാർഡ് വരും? ആർക്കൊക്കെയാണ് പുതിയ റേഷൻ കാർഡ് കിട്ടുക? ഇതൊക്കെയാണല്ലേ അറിയേണ്ടത്. നമുക്ക് നോക്കാം. ഏവർക്കും സ്വാഗതം. പുതിയ റേഷൻ കാർഡ് എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് പ്രൂഫായിട്ട് വരുന്നത് എന്നുള്ള കാര്യം സിമ്പിൾ ആയിട്ട് പറയും. ഓക്കെ, ആദ്യം കോമൺ ആയിട്ട് പറയുന്നു, അതിനുശേഷം കുറച്ച് വിശദീകരിച്ച് പറയും. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. പക്ഷെ എല്ലാവരിലേക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്ത് വെക്കണേ. ഓക്കെ, കാര്യത്തിലേക്ക് കിടക്കാം. പുതിയ റേഷൻ കാർഡ് എടുക്കാൻ ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിലവിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ഇങ്ങനെയൊക്കെ കുടുംബം. ഒരു കുടുംബത്തിനാണ് റേഷൻ കാർഡ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കുടുംബത്തിനാണ് റേഷൻ കാർഡ്, വ്യക്തികൾക്ക് റേഷൻ കാർഡ് ഇല്ല. ഓക്കെ, ഇനി കുടുംബം എന്ന് പറഞ്ഞ സംഭവത്തിൽ ഈ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ. ഇപ്പൊ കുട്ടികളില്ലാത്ത ഭാര്യ, ഭർത്താവ് ആണെങ്കിൽ കിട്ടും. ഭാര്യ, ഭർത്താവ് എന്ന് പറഞ്ഞൊരു കുടുംബമാണല്ലോ. ഓക്കെ, അവർക്കും റേഷൻ കാർഡ് കിട്ടും. ആവശ്യമായ രേഖകൾ നിലവിൽ ഭാര്യ, ഭർത്താവ് അവരുടെ കുടുംബത്തിലെ റേഷൻ കാർഡിൽ അംഗങ്ങളായിരിക്കും. ചിലപ്പോൾ കല്യാണത്തിന് കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഭാര്യയുടെ പേര് ഭർത്താവിന്റെ റേഷൻ കാർഡിലേക്കോ അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ടോ ചേർത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ രണ്ടാളുടെ പേരുള്ള റേഷൻ കാർഡുകൾ, പിന്നെ കുട്ടികളുടെ ഇതുവരെ കുട്ടികളെ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ചേർക്കാൻ വേണ്ടി കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ്, താമസിക്കുന്ന വീടിന്റെ താമസ സർട്ടിഫിക്കറ്റ്, സ്വന്തം വീടാണെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. അപ്പൊ സ്വന്തം വീടാണെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, വാടകയ്ക്ക് നിൽക്കുന്നതാണെങ്കിൽ താമസ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇനി വരുന്നതെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരുടെ ആധാർ കാർഡ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്. പിന്നെ ആരുടെങ്കിലും ഒരാളുടെ ബാങ്ക് പാസ്ബുക്ക്, ഗ്യാസ് കണക്ഷൻ ഡീറ്റെയിൽസ്, കൺസ്യൂമർ നമ്പർ, ഏതാണ് കമ്പനി, എവിടെയാണ് ഓഫീസ് എന്നുള്ള ഡീറ്റെയിൽസ്. പിന്നെ വേണമെന്ന് വെച്ചാൽ കുട്ടികളുടെ ജനസർട്ടിഫിക്കറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഓണർഷിപ്പും താമസ സർട്ടിഫിക്കറ്റും പറഞ്ഞു. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ കറണ്ട് കണക്ഷൻ, KCB കണക്ഷന്റെ കൺസ്യൂമർ നമ്പർ. കറണ്ട് ഇല്ലാത്തവർക്ക്, കറണ്ട് കണക്ഷൻ ഇല്ലാത്ത വീട്ടിലാണ് നിൽക്കുന്നവർക്ക് മണ്ണെണ്ണയുടെ അളവ് കൂടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കുന്ന, ഇതുവരെ കണക്ഷൻ കിട്ടാത്ത വീടാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതെന്തായാലും ഇനി കേരളത്തിൽ അവിടെ ഉണ്ടാവില്ല. കാരണം കേരളത്തിൽ എല്ലായിടത്തും എവിടെയാണ് വീട് എടുത്താൽ അവിടെ കണക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി അടുത്തൊരു ഘട്ടം എന്ന് വെച്ചാല്, ഇപ്പോ ഞാൻ പറഞ്ഞു റേഷൻ കാർഡിൽ മെമ്പർ ആയിരിക്കും എന്തായാലും പ്രായപൂർത്തിയായുള്ള ആൾക്കാർ. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ മീൻസ് ഒന്ന് ഭർത്താവിന്റെ പേര് അവരുടെ കുടുംബ റേഷൻ കാർഡിൽ ഉണ്ടാവും, ഭാര്യയുടെ പേര് അവരുടെ കുടുംബ റേഷൻ കാർഡിൽ ഉണ്ടാവും എന്ന് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ റേഷൻ കാർഡിൽ എന്തായാലും ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടും ഇതുവരെ ഉൾപ്പെടാത്ത ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് റേഷൻ കാർഡിൽ ഇതുവരെ ഉൾപ്പെടാത്ത കേസുകളുണ്ട്. ഓക്കെ, ആ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാകാനുള്ള കാര്യം അവർക്ക് ആധാർ ഉണ്ടാവണം നിർബന്ധമില്ല. ഈ മെന്റൽ ഡിസാബിലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടോ ഇതുവരെ ആധാർ കാർഡ് എടുക്കാത്ത ഇരുന്ന ആൾക്കാർക്ക് റേഷൻ കാർഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഒഴിവായിട്ടുണ്ടാവും. റേഷൻ കാർഡിൽ ആധാർ കാർഡില്ലാത്ത ഒരാളിന് റേഷൻ കാർഡിൽ മെമ്പർ ആകാൻ പറ്റില്ല. ആ ഒരു കാര്യം എല്ലാവർക്കും നോട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കേസുകൾ എന്തായാലും പണ്ട് ഒരുപാട് കാലം അങ്ങനെ ഒഴിവായിട്ട് അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവും. അതല്ല, ഇപ്പൊ താമസം മാറി, സംസ്ഥാനത്തും താമസം മാറി കഴിഞ്ഞാൽ അവർ പുതിയ റേഷൻ കാർഡ് എടുത്തിട്ടില്ല, പക്ഷെ എന്തായാലും ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു, അങ്ങനെയുള്ള കേസുകൾ വരും. അതിൽ പിന്നെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കും ഇവിടെ പേര് ചേർക്കണം. അവിടെ പേര് ഓൾറെഡി തള്ളിയിട്ടുണ്ടാവും, താമസം മാറി എന്നുള്ളതുകൊണ്ട് അവിടെ പേര് തള്ളിയിട്ടുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ അവിടെ റേഷൻ കാർഡിൽ പേരില്ല, ഇവിടെ റേഷൻ കാർഡിൽ പേരില്ലാത്ത കേസുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കേസുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ റേഷൻ കാർഡിൽ പേര് വരാതെ 18 വയസ്സിന് മേൽപോട്ടേക്ക് പ്രായമുള്ള ആൾക്കാർ, 15 വയസ്സിന് മേൽപോട്ടേക്ക് പ്രായമുള്ള ആൾക്കാർ, 15 വയസ്സിന് മേൽപോട്ടേക്ക് പ്രായമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? അവരിപ്പോൾ താമസിക്കുന്ന ലോക്കൽ ബോഡി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അവിടുത്തെ പ്രസിഡന്റ്, അതിൽ ചെയർമാൻ, മേയർ തുടങ്ങിയ ആൾക്കാരുണ്ടാവും. ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ, പഞ്ചായത്ത് പ്രസിഡന്റ് പോലുള്ള ആൾക്കാർ, അവരുടെ ലെറ്റർ പാഡിൽ ഒരു സർട്ടിഫിക്കറ്റ് ചെയ്ത് വാങ്ങുക. ഇന്നപ്പെട്ടൊരു കാര്യം വെച്ചാൽ, ഈ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരില്ലേ, ചിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ കാര്യമായിട്ട് പറഞ്ഞതാണ്. പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാർ അവർ ദേഷ്യത്തിന്റെ പുറത്ത് അവർ റേഷൻ കാർഡിൽ നിന്ന് കുട്ടിക്കളയും. മുമ്പ് അങ്ങനെ കുറെ കേസുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇപ്പം അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ പുതുതായിട്ട് റേഷൻ കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ ആണെങ്കിൽ അവിടുത്തെ കോർപ്പറേഷൻ മേയറാണ്.
ഓക്കെ. മുനിസിപ്പാലിറ്റി ആണെങ്കിലും പ്രസിഡന്റാണ് വരാൻ. അപ്പോൾ ഇവരുടെ ലെറ്റർ ഹെഡിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഇന്ന കാരണത്താൽ ഇവരുടെ പേര് തള്ളിയിട്ടുണ്ട്. ഇതുവരെ കേരളത്തിൽ എവിടെയും ഇവരുടെ റേഷൻ കാർഡിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുക. ആ സർട്ടിഫിക്കറ്റും ബാക്കി പറഞ്ഞ എല്ലാ ഡോക്യുമെന്റുകളും വെച്ചിട്ട് ചേർക്കാൻ പറ്റും. ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ, പുതുതായിട്ട് ഇതേപോലെ പേരില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അവരെ പേരിൽ തന്നെ ഒരു വരുമാന സർട്ടിഫിക്കറ്റും കൂടി ചെയ്യേണ്ടി വരും. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, വരുമാന സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്. ഒന്നുകൂടി നമുക്ക് ഡോക്യുമെന്റ് പറയാം. നിലവിൽ പേരുള്ള ആൾക്കാരുടെ റേഷൻ കാർഡുകൾ, എല്ലാ അംഗങ്ങളുടെ ആധാർ കാർഡ്, പിന്നെ ഒരാളുടെ ബാങ്ക് പാസ്ബുക്ക്, ഭാര്യയുടെ സ്ത്രീ ആയിട്ടുള്ള ഒരാൾക്കാണ് റേഷൻ കാർഡിൽ എന്തുണ്ടാവുക, ഓണറായിട്ട് നിൽക്കുക. അപ്പോൾ ഭാര്യയുടെ ഒരു ഫോട്ടോ, പിന്നെ വേണ്ടതാണ് കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ്, പേര് ചേർക്കാത്ത കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ്, എല്ലാവരുടെയും ആധാർ കാർഡ്, KCB കൺസ്യൂമർ നമ്പർ, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ താമസ സർട്ടിഫിക്കറ്റ്, പിന്നെ എന്താണ് ഈ പറഞ്ഞ വരുമാന സർട്ടിഫിക്കറ്റ്, ഗ്യാസ് കൺസ്യൂമർ നമ്പർ, KCB കൺസ്യൂമർ നമ്പർ. ഓക്കെ, ഇത്രയും ഡോക്യുമെന്റുകളാണ് വേണ്ടത്. ഇതിന് അഡീഷണൽ ആയിട്ട് വികലാംഗ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്ക് വികലാംഗ സർട്ടിഫിക്കറ്റും കൂടി എടുക്കണം. അങ്ങനെ എന്തെങ്കിലും ആരോഗ്യ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ കിടപ്പ് രോഗികളാണെങ്കിലും ഈ പറഞ്ഞ ഡോക്ടറിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതിൻ്റെതായ ആനുകൂല്യങ്ങൾ, ആശ്രിത വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ഡോക്യുമെന്റ് ഹാജരാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇക്കാര്യം ആരും മറക്കണ്ട. നമ്മൾ പുതിയ റേഷൻ കാർഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇതിനനുബന്ധമായി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം റേഷൻ കാർഡ് ചെറിയൊരു ടോപ്പിക് അല്ല. അതിന്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നവരെ വണക്കം. മറക്കല് ഷെയർ ചെയ്യണം, എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യും, കമന്റ് ചെയ്യും, നിങ്ങളുടെ ഡൗട്ടുകൾ കമന്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരാളൊരു താലൂക്ക് വേറെയാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കൂർ പഞ്ചായത്ത് തളിപ്പറമ്പ് താലൂക്കാണ്. അപ്പോൾ ഞാൻ പുതുതായിട്ട് വീടെടുക്കുന്നത് കൂടാളി പഞ്ചായത്ത് തലശ്ശേരി താലൂക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ റേഷൻ കാർഡിന് അങ്ങോട്ടേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഒരു ചെറിയ ഡൗട്ടല്ലേ ഇത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. റേഷൻ കാർഡ് എന്നൊരു ചെറിയ കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ എല്ലാം സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് റെഡിയാക്കാം. എന്തിനും നമ്മളെല്ലാവരും കൂടെയുണ്ട് അക്ഷയക്കാർ. അപ്പോൾ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും.